മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനെയും പ്രതാപനെയും മാർക്കോയാവട്ടെ ലോപ്പസിന്റെ കൂടെ കാറിൽ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പുറകെ സ്കൂട്ടർ എടുത്ത് പോവുക. ശേഷം ലോപ്പസ് ആണെങ്കിൽ ഒരു വീടിനടുത്തേക്ക് എത്തുന്ന സമയത്ത് കാറ് നിർത്തി രണ്ടുപേരോടായിട്ട് ഇറങ്ങാൻ പറയുന്നുണ്ട്. പന്തികേട് തോന്നുന്ന വാമദേവനും പ്രതാപനും ആകെ പേടിയാവുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്നൊക്കെ ലോപ്പസ് പറയുമ്പോ വാമദേവനാണെങ്കിൽ ആകെ പേടിച്ചരണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം പ്രതാപൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടിക്കളയാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു ഓടുമ്പോഴേക്കും മാർക്കോ അവിടേക്ക് എത്തുകയാണ്. എന്താടാ പ്രതാപ, ഓടാമെന്ന് കരുതിയോ? ഓടണ്ടാന്നേ, നിന്നെയൊക്കെ ശരിക്കും കാണാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പോവുകയാണ്. ഈ മാസം ഏതാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയോ? ഓഗസ്റ്റ് ജൂലൈ. ഓഗസ്റ്റ് ജൂലൈയോ? മലയാള മാസം പറയേ. വാമദേവൻ പറയുന്നുണ്ട്, കന്നിമാസം. കന്നിമാസം മാത്രമേ നിനക്ക് അറിയുള്ളൂ. കാരണം കന്നിമാസത്തിലായിരിക്കും നിന്റെ മകൻ ഉണ്ടായത്. അതുകൊണ്ടേ അവന് ഒരു ജീവി ഉണ്ടല്ലോ, അതിന്റെ സ്വഭാവമാണെന്നൊക്കെ മാർക്കോ പറയുമ്പോ ലോപ്പസ് പറയുന്നുണ്ട്, കന്നിമാസത്തിൽ ആ ജീവിക്ക് കുറച്ച് നന്ദിയുണ്ട്. പക്ഷെ ഇവന്റെ മകന് അത് ലേശം പോലും അടുത്ത് കൂടെ പോയിട്ടില്ല. എന്തായാലും രണ്ടാൾക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കർക്കിടക മാസമാണ്, അതുകൊണ്ട് കർക്കിടക ചികിത്സയൊക്കെ നടത്തണ്ടേ? തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് നിന്റെ മകന് കുറച്ചൊക്കെ പുരോഗതി ഉണ്ടായത്. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ കാര്യവും. ഇനിയൊക്കെ നമുക്ക് അകത്ത് ചെന്നിട്ട് സംസാരിക്കാന്നേ, വന്നേ. അങ്ങനെ പ്രതാപം പറയുന്നുണ്ട്, എടാ മാർക്കോ മോനെ, നിന്റെ തല്ല് വാങ്ങാനുള്ള ശേഷിയൊന്നും ഇപ്പൊ ഈ ശരീരത്തിനില്ല. മാത്രല്ല ആ കടപ്പുറത്ത് വെച്ചിട്ട് നീ എന്നെ പെരുമാറി വിട്ടതല്ലേ, പിന്നെയും നീ എന്തിനാ എന്നെ തല്ലാനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഏയ് ഇങ്ങോട്ട് വന്നേ പ്രതാപ, വാ എന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് രണ്ടുപേരെയും കസാരയിൽ ഇരുത്തുന്നുണ്ട്. അങ്ങനെ പ്രതാപനോടും വാമദേവനോടും കുപ്പായം ഊരാനായിട്ട് പറയുമ്പോ അവരാണെങ്കിൽ മടിക്കണം. ചീ ഊരടാ, രണ്ടുപേരും പറയുന്നത് അനുസരിച്ചോളണം. എടാ വാമദേവ, നിന്റെ മോന് എങ്ങനെയാ ആക്സിഡന്റ് സംഭവിച്ചതെന്ന് നിനക്കറിയോ? അറിയില്ല അല്ലെ? ഞാൻ പറഞ്ഞു തരാം. എന്റെ ബുള്ളറ്റിലേക്ക് അവന്റെ കാറ് ഇടിച്ചു കയറുകയായിരുന്നു. പിന്നീട് കണ്ണൻ സാറായിരുന്നു അവനെ ഈ അവസ്ഥയിലാക്കിയത്. അപ്പോഴൊക്കെ കണ്ണൻ സാർ നടക്കുമായിരുന്നു. ആ സത്യം പറഞ്ഞിട്ടാണ് നിന്റെ മകൻ കണ്ണൻ സാറിനെ കൊല്ലാനായിട്ട് കൊണ്ടുപോയത്. ആ സത്യങ്ങളൊക്കെ അവന് നന്നായിട്ട് അറിയാം. ആ കഥ അവന് പറയണമെന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ, കാരണം മുകളിലോട്ട് നോക്കി കിടക്കുകയല്ലേ. ദേ പ്രതാപ, ഇത് നിന്നോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ആണായിട്ടും പെണ്ണായിട്ടും നിനക്ക് ഒന്നേ ഉള്ളൂ ആ കരുണ. അവളെ ഞാൻ വെറുതെ വിട്ടതാണ്. നീ അന്ന് കോടതിയിൽ മൊഴി മാറ്റി പറയാൻ നിന്നപ്പോ അവളുടെ കഴുത്തിൽ കത്തി വെച്ചല്ലോ. ഇനി അവൾ തട്ടിക്കൊണ്ടുവരുന്നതേ മറ്റൊന്നിനായിരിക്കും, അവളുടെ കഴുത്ത് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടേ നീ ഇനി മഹാലക്ഷ്മിക്കോ കണ്ണൻ സാറിനെതിരെയോ ഒരു ചെറുവിരൽ ചൂണ്ടിയാൽ അതോട് കൂടിയിട്ട് നിന്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറയുമ്പോ മാർക്കോ, ഇനി ഞങ്ങള് ഒരിക്കലും അവർക്ക് നേരെ പ്രവർത്തിക്കില്ല എന്നൊക്കെ പറയണം. ഓ, നിങ്ങളുടെ ഈ വാക്കിനെ ഒരു നിമിഷത്തെ ആയുസ് പോലുമില്ല. നിങ്ങൾക്കേ അതിനുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ട്. കോടതി വഴി ശിക്ഷ കിട്ടി ജയിലിലേക്ക് പോയിട്ടും നിങ്ങൾ പഠിച്ചില്ല. കണ്ണൻ സാറിനെ കൊല്ലാനായിട്ട് നോക്കി. അയ്യോ മാർക്കോ, ഇവനാണ് വിഷം. ആ, ആർക്കാ വിഷം എന്ന് ഞാൻ നോക്കട്ടെ പ്രതാപ. എന്തായാലും എന്റെ ചെക്കിങ്ങിൽ ആർക്കാ വിഷമെന്ന് കൂടുതൽ അറിയാലോ. അപ്പൊ പിന്നെ അതിനനുസരിച്ച് നമുക്ക് വിഷം അങ്ങോട്ട് ഇറക്കാം. എന്തായാലും തടിച്ചു കൊഴുത്ത് വീർത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ലോപ്പസ് പറയാണ്, ഇവരുടെ ഇറച്ചിയൊക്കെ വിൽക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ഒരു ഗുണമായേനെ. ഏയ് ആരും വാങ്ങതില്ലെന്നേ, കാരണം അത്രയ്ക്കും വിഷമുള്ള ഇനത്തിൽപ്പെട്ട ഇറച്ചിയാണെന്നൊക്കെ പറഞ്ഞ് മാർക്കോയാണെങ്കിൽ അവന്റെ ദേഷ്യമൊക്കെ തന്നെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അയ്യോ മാർക്കോ പൊന്നു മോനെ, ഒന്ന് വിട് ഞങ്ങളെ, ഞങ്ങൾ പൊയ്ക്കോളാം എന്നൊക്കെ പറയുമ്പോ പറ്റില്ല. കണ്ണൻ സാറിനെയും മഹാലക്ഷ്മി മേഡത്തിനെയും ഉപദ്രവിക്കാൻ നോക്കുന്ന നിങ്ങൾക്ക് സ്വന്തം സ്വകാര്യ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഓർക്കണം, എന്റെ പേരും എന്റെ മുഖവും നിങ്ങളുടെ മനസ്സിലെത്തണം. ആ പരുവത്തിലാക്കിയിട്ടേ നിങ്ങളെ ഞാനിന്ന് ഇവിടെ നിന്ന് വിടുള്ളൂ. അതുകൊണ്ട് അടങ്ങിയിരിക്കെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെയും വാമദേവനെയും അടിക്കാനായിട്ട് കൈയോങ്ങുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഉണ്ണിക്കാണെങ്കിൽ മരുന്നൊക്കെ എടുത്തു കൊടുത്ത് ദുർഗയാണെങ്കിൽ അവന് വേണ്ട വിധം ശുശ്രൂഷിക്കുന്നതാണ്. കരുണയാണെങ്കിൽ ആ ഭാഗത്ത് കൂടെ പോലുമില്ല. കാരണം വീണ് കിടക്കുന്ന ഭർത്താവിനെ അവൾക്ക് വേണ്ടതാനും. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, മോനെ ഇന്നാണ് ആ പ്രതാപനും വാമദേവനും റിമാൻഡ് കഴിഞ്ഞു വരുന്ന ദിവസം. ആ വാമദേവനെ എനിക്കൊന്ന് കാണണം. എന്റെ ആങ്ങള, അവനാണ് എന്നെ ചതിച്ചതെന്നൊക്കെ പറയുമ്പോ, ഓ പിന്നെ അമ്മാവനോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. ശരിക്കും ചതിയൻ അച്ഛനാണെന്ന് പറയുമ്പോ, ഡാ നീ എന്തീ പറയുന്നേ? അദ്ദേഹത്തെ കുറിച്ച് നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. ഞാനേ അമ്മാവനെ ജയിലിലേക്ക് കാണാൻ പോയപ്പോ അമ്മാവൻ കുറച്ച് സത്യം പറഞ്ഞു. അല്ലെങ്കിലും അമ്മേനെന്തിനാ ഇവിടേക്ക് കെട്ടിച്ചു വിട്ടത്? ആ അച്ഛന്റെ മൂത്ത മകനെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ? ഒരു ഹോം നേഴ്സ്. അതിലുപരി അമ്മയ്ക്ക് അയാൾ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ലാലോ. എടാ അങ്ങനെയൊന്നല്ല നിന്റെ അച്ഛൻ എന്നെ നോക്കിയത്, പൊന്നുപോലെയാ നോക്കിയത്. ഓ പൊന്നുപോലെ. എന്നിട്ട് ഒരു തരി സ്വർണ്ണമെങ്കിലും അമ്മയ്ക്ക് തന്നോ? പിന്നല്ലാതെ തരാതെ. അദ്ദേഹം തന്ന പൈസ കൊണ്ട് വാങ്ങിയ സ്വർണമായിരുന്നു ഞാൻ എന്റെ കല്യാണത്തിനും പിന്നീടും ഒരുപാട് അണിഞ്ഞു നടന്നിരുന്നത്. ഓ, ആ സ്വർണം കെട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോ?
സ്വർണത്തിന് വിലയില്ല സമയത്ത് ഒരു 50 പവൻ തന്നെന്ന് കരുതിയിട്ട് യാതൊരു കാര്യമില്ലമ്മേ. അമ്മാവൻ പറഞ്ഞതൊക്കെ ശരിയാ. അച്ഛൻ ശരിക്കും ഒരു ചതിയനാണ്. അച്ഛൻ അമ്മയെ ഒരു ഹോം നേഴ്സായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തിനാ രണ്ടാം കെട്ടുകാരനായിട്ടുള്ള അച്ഛന് അമ്മയെ കെട്ടിച്ചു കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടു മക്കൾ എങ്ങനെ ഉണ്ടാകും എന്നിങ്ങനെ തിരിച്ചു ചോദിക്കുമ്പോൾ, ഓ, മക്കളുണ്ടായ കഥയൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അയാൾക്ക് ഇപ്പോഴും അയാളുടെ മൂത്ത മകനോട് സ്നേഹം. എടാ, അത് പിന്നെ അമ്മയില്ലാത്ത കൊച്ചല്ലേ കണ്ണൻ, അവനോട് കുറച്ചധികം സ്നേഹം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളെയും അതേപോലെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. എന്നിട്ടോ ഞങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അമ്മയുടെ പേരിലോ എന്തെങ്കിലും എഴുതി വെച്ചോ? അയാളുടെ മൂത്ത മകന്റെ പേരിൽ മാത്രം എല്ലാം. എടാ, അങ്ങനെയല്ല. കണ്ണന്റെ നന്മ നീ മനസ്സിലാക്കണം. അവന് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പങ്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മഞ്ജു മുൻകൂട്ടി മാറിയത് കൊണ്ട് തന്നെ ആ മേഘനാഥൻ ചതിയനാണെന്ന് അറിഞ്ഞതുകൊണ്ട് സാഗറിനോടൊപ്പം പോയി അവളുടെ ജീവിതം നല്ല രീതിക്ക് ജീവിക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് നിന്റെ സ്ഥാനത്ത് അവൾ ഇരിക്കുന്നില്ലേ? നിന്റെ കസേരയിലല്ലേ അവൾ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല അവൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ കണ്ണൻ കൊടുത്തതാടാ. ഇനിയും അവൾക്ക് കണ്ണൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ നിനക്ക് ചെയ്യാത്തത് എന്തോന്നറിയോ? നീ അവനെ മനസ്സിലാക്കുന്നില്ല, അവനോടൊപ്പം നിൽക്കുന്നില്ല. ആ, അതുകൊണ്ട് തന്നെയാ എനിക്കൊന്നും കിട്ടില്ലെന്ന് ഉറപ്പായതിനു ശേഷം അയാളെ ഞാൻ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഉണ്ണി പറയുമ്പോ, എടാ അങ്ങനെയല്ല, അവനെ നീ സ്നേഹിക്ക്. കണ്ണൻ ശരിക്കും നിന്റെ അച്ഛനെ പോലെയാ. നിന്റെ അച്ഛനും കണ്ണനെ പോലെയായിരുന്നു. ആത്മാർത്ഥത കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു. ആത്മാർത്ഥത. അമ്മ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കാത്തതാ നല്ലത്. എന്തായാലും അമ്മാവൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കുറച്ച് യോജിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോ, നിന്റെ അമ്മാവൻ ശരിക്കും ആരാണെന്ന് നിനക്കറിയില്ല. അയാൾ എന്നെ കാണാൻ വന്നിരുന്നു വിശ്വട്ടം മരിക്കുന്നതിന് കുറച്ചു ദിവസം മുൻപ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാര്യത്തെക്കുറിച്ച് ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് വിവരിക്കുന്നു. അങ്ങനെ ദുർഗ വിശ്വനാഥന്റെ ഭാര്യയായിരിക്കുന്ന സമയം, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, വാമദേവനാണെങ്കിൽ ഒരു ദിവസം ദുർഗയെ കാണാനായിട്ട് വരികയാണ്. ആ, ഏട്ടനോ? എന്താ ഏട്ടാ? അതെ എടി, ഒരു പ്രശ്നമുണ്ട്. എന്താ ഏട്ടാ? എന്തു പറ്റി? ഞാന് കമ്പനിയിലെ സൂപ്പർവൈസർ ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മായം ചേർക്കേണ്ടി വന്നു. അത് വിശ്വനാഥൻ കൈയോടെ പിടിച്ചു. അവൻ കമ്പനിയിൽ എന്നെ നീ വേണ്ടെന്നാ പറയുന്നേ. അതുകൊണ്ട് നീ വിശ്വനാഥനോടൊന്ന് സംസാരിക്കണം, എന്നിട്ട് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുമ്പോൾ ദുർഗയാണെങ്കിൽ, എന്തിനാ ഏട്ടാ ഏട്ടൻ ഇങ്ങനെ വിശ്വട്ടിനെ വെറുപ്പിക്കാൻ പോയത്? അല്ലെങ്കിലും വിശ്വട്ടിന് ഏട്ടന് വേണ്ട പൈസ എല്ലാം തരുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തിനാ ചതികൾ ചെയ്യാൻ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എടി പറ്റിപ്പോയതാണ്, പക്ഷേ ആ വിശ്വനാഥൻ ക്ഷമിക്കുന്നില്ല. എന്തായാലും നീ ഒന്ന് സംസാരിച്ച് നോക്കെന്നൊക്കെ പറയും. ശരിയേട്ടാ, ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞ ദുർഗയാണെങ്കിൽ വാമദേവനെ അവിടെ നിന്നും വിട്ടയക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിയോട് ദുർഗ പറയുകയാണ്, അന്ന് നിന്റെ അമ്മാവൻ ചെയ്തത് വലിയൊരു ചതി തന്നെയായിരുന്നു. അത് അച്ഛൻ ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, കണ്ണന്റെ ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ വാമദേവനെ കമ്പനിയിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ എന്നോട് തീർത്തും പറഞ്ഞു. മാത്രമല്ല, അവന് മാസം മാസം ഇപ്പൊ നിനക്ക് കണ്ണൻ തരുന്നത് പോലെയുള്ള തുക കൊടുക്കാമെന്നും കുടുംബത്തിന് വേണ്ടി സഹായം ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷെ അതിലൊന്നും ഞാനും സമ്മതിച്ചില്ല. വിശ്വേട്ടനുമായിട്ട് ഞാനും കയറ് കോർത്തു, മിണ്ടാതെ നടന്നു. എന്റെ ഏട്ടന് വീണ്ടും ജോലിയിൽ കയറ്റണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു. പക്ഷെ അതിലൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ ആങ്ങളയ്ക്കൊപ്പം നിൽക്കുന്ന പെങ്ങളാണെങ്കിൽ അവനൊപ്പം പോയി ജീവിച്ചു എന്ന് പറഞ്ഞ് അച്ഛൻ എന്റെ വാശിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുമായിരുന്നു എന്നൊക്കെ ദുർഗ പറയുമ്പോൾ ഇത് കേട്ട് ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അങ്ങനെ വീണ്ടും നിന്റെ അമ്മാവൻ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നടാ. പക്ഷേ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അത് അയാൾ പലതും തീരുമാനിച്ചുറപ്പിച്ചുള്ള വരവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ദുർഗ ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. അതായത് വാമദേവൻ വീണ്ടും ദുർഗയെ കാണാനായിട്ട് എത്തുന്നു. എടി, എന്തായി? വിശ്വനാഥൻ എന്തു പറഞ്ഞു? ഏട്ടാ, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പലതും പറഞ്ഞു നോക്കി, പക്ഷെ അദ്ദേഹം വഴങ്ങുന്നില്ല. എടി, സുന്ദരിയായിട്ടുള്ള നിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത് എന്തിനായിരുന്നു? ആ കണ്ണനെ നോക്കാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് നിന്റെ മക്കൾക്കും അവൻ ഇതുവരെയും എന്തെങ്കിലും തന്നോ? വിശ്വട്ടൻ അതൊക്കെ തരും, പിന്നെ തരും, കാത്തിരുന്നോ. അവന്റെ മുൻഭാര്യയുടെ പേരില അവൻ ഇപ്പോഴും ഓരോന്ന് വാങ്ങിക്കൂട്ടുന്നതും, അതുപോലെ പകുതി സ്വത്തുക്കൾ ഉള്ളതും ആ മുൻഭാര്യയുടെ പേരിലും മകന്റെ പേരിലുമാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ മക്കൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാത്തിരുന്നോ, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ട്. ദേ, അവൻ ശരിക്കും നിന്നോട് ചെയ്യുന്നത് ചതിയാണ്. എനിക്കൊരു ചതി പറ്റിപ്പോയി. എന്റെ പെങ്ങളെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവന്റെ നക്കാപ്പിച്ച ക്യാഷൊന്നും എനിക്ക് വേണ്ട. എന്നാലും ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അതുകൊണ്ടല്ലേ വിശ്വട്ടിന് ദേഷ്യം വന്നത്? എടി, അത് പറ്റിപ്പോയതാ. മാത്രല്ല, ഞാൻ വിശ്വനാഥനോട് ഒരുപാട് പൈസ ചോദിച്ചപ്പോ അവൻ പിന്നീട് എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അല്ല വാമദേവ, എന്തിനാ എത്രത്തോളം പൈസ എന്നൊക്കെ. അതോട് കൂടിയിട്ടാ ഞാൻ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒപ്പിക്കാൻ തുടങ്ങിയത്. ആ, എന്ത് പറഞ്ഞാലും വിശ്വട്ടൻ ഞങ്ങൾക്ക് തരേണ്ട സമയത്തെല്ലാം തന്നിരിക്കും. അതുകൊണ്ട് ഇനി വിശ്വട്ടനോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ദുർഗയോട് വാമദേവൻ പറയുന്നുണ്ട്, നിനക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലേ അവൻ ഇതിന്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നീയും നിന്റെ മക്കളും ഒക്കെ അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയാണ്, അയാൾ അന്ന്
അങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ ഈ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് നിന്റെ അച്ഛന്റെ മരണം വാമേട്ടന്റെ ശാപം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അയാൾ അച്ഛനെ കൊല്ലിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്. ഇനി പറ, നിന്റെ അച്ഛൻ അമ്മാവനോട് ചെയ്തത് തെറ്റോ ശരിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ദുർഗ ഉണ്ണിയോട്. ഉണ്ണിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് വളരെ പതർച്ചയോടുകൂടി തന്നെ ദുർഗയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.